പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും ചാനൽ ആംനോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആനുകാലിക സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചില വിഷയങ്ങൾ തുടർമാനമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നെടുക്കുന്ന ടോപ്പിക്ക് ട്രംപും ഇസ്രയേലും ഭാവികാല സൂചന ബൈബിൾ വെളിച്ചത്തിൽ എന്നൊരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. 1948, 49, 67, 73 തുടർന്ന് 2024 വരെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി നടന്ന യുദ്ധങ്ങളെല്ലാം തന്നെ ഇസ്രയേൽ എന്ന രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ആയിരുന്നുവെങ്കിലും പരാജയം നേരിട്ടത് അറബികൾക്കും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളുമായിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ തിരുവെഴുത്തിൽ പലയിടത്തായി ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും അത്ഭുതകരമാണ്. ഇരമ്യാവിന്റെ പുസ്തകം 30:10, യെഹെസ്കേൽ 36:24, സങ്കീർത്തനങ്ങൾ 83:4. പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങളിലെ ആ വാക്യം അന്നത്തെ ഈ യുദ്ധം നടക്കുന്ന 1967 കാലഘട്ടങ്ങളിൽ നടന്ന ഇസ്രയേൽ ഈജിപ്റ്റ് യുദ്ധത്തിൽ അന്നത്തെ ഈജിപ്തിലെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ നാസർ അപ്രകാരം തന്നെ ഒരു വാക്യം, അദ്ദേഹം ബൈബിൾ വായിച്ച വാക്യമല്ലെങ്കിലും അതിൽ എഴുതിയിരിക്കുന്ന വാക്യം ശകലം ഇങ്ങനെയാണ്: വരുവീൻ, ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേരിനി ആരും ഓർക്കരുതെന്ന വാക്യമായിരുന്നു. ഇത് ഇസ്രയേലിനോടനുബന്ധപ്പെട്ടതും ദൈവം ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തു എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ്. അതാണ് ഞാൻ ഓർപ്പിച്ചത്. ഞാൻ യെരുശലേമിന് ചുറ്റും ഉള്ള സകല ജാതികൾക്കും ഇസ്രായേലിനെ അല്ലെങ്കിൽ യെരുശലേമിനെ ഒരു പരിഭ്രമ പാത്രമാക്കുമെന്ന് തിരുവെഴുത്തിലുണ്ട്. സെഖര്യാവിന്റെ പുസ്തകം 12:2-3 വാക്യങ്ങൾ. ഈ അടുത്ത കാലത്ത് ട്രംപിന്റെ രണ്ടാമത്തെ ഇലക്ഷന്റെ വിജയത്തോടനുബന്ധിച്ച് ഈ അമേരിക്കയിലായിരുന്ന ആർച്ച് ബിഷപ്പ് കാർലോ മറിയ വിഗനോയൂസ്, അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഇപ്രകാരമായിരുന്നു: കുറ്റകരമായ നവലോക ക്രമത്തിന് വിരുദ്ധമായിട്ടുള്ള ദൈവിക ഇടപെടലാണ് ട്രംപിന്റെ വിജയമെന്ന് പറഞ്ഞു. ട്രംപിന്റെ അമേരിക്ക ഒന്നാമത്, അമേരിക്ക ഫസ്റ്റ് എന്ന പ്രഖ്യാപനം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ട്രംപിന്റെ രണ്ടാമത്തെ വരവും വിജയവും ഇസ്രയേലിന് മാത്രമല്ല മുഴു ലോകത്തിലെയും പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവർക്ക് ഉത്തേജനം തകരുന്നതും വിജയത്തിന് കാരണമാകുന്നതാണെന്ന് നിങ്ങൾ മറക്കരുത്. അമേരിക്കൻ സമൂഹത്തിലെ രഹസ്യ ഭരണകൂടം, ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പൊതുവെ അറിയപ്പെടുന്നത് അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിലേറെക്കുറെ എല്ലാ രാജ്യങ്ങളിലും തന്നെ പാരലായിട്ട്, നിലയിലുള്ള രാജ്യങ്ങൾക്ക് പാരലായിട്ടൊരു അണ്ടർവേൾഡ് മാഫിയ അല്ലെങ്കിൽ സാറ്റാനിക് ഭരണത്തിനാണ് ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നെങ്കിലും കേൾക്കുമ്പോൾ അത്ര അത് പ്രശ്നമാണോ എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും അതിൻ്റെ ഡീറ്റെയിലൊക്കെ വളരെ ദുഃഖകരമാണ്. അതായത് ഇമ്മോറൽ ആക്ടിവിറ്റീസും അധാർമിക പ്രവൃത്തികൾ, രഹസ്യമായ ഈ വേഴ്ചകൾ, അതുപോലെ തന്നെ ആയുധക്കടത്തുകൾ, സ്വർണ്ണക്കടത്തുകൾ, ലഹരി വസ്തുക്കൾ ഉപയോഗം, ഇന്ന് തുടങ്ങി ലോകത്തെ നശിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളും അതെ വല വീശി പിടിക്കുന്നവരെ അണ്ടർഗ്രൗണ്ട് ഒരു സമൂഹത്തെ, അതാത് ഗവൺമെന്റ് പാരലായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒന്നാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലുമുണ്ട്, വിദേശ രാജ്യങ്ങളെല്ലാം ഉണ്ട്, അമേരിക്കയിലതുണ്ട്. അത് സർവകലാശാലകളിലും ഗവൺമെന്റ് ഉദ്യോഗതലങ്ങളിലും സെക്യൂരിറ്റി മേഖലയിലും സൈനിക ഡിഫൻസ് മേഖലയിലൊക്കെ ചെറിയ തോതിലൊക്കെ ആയി വ്യാപരിക്കുന്ന ഒരു വല്ലാത്ത അന്ധകാര ശക്തിയാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്നത്. അത് നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം. അത്ര ഗൗരവമുള്ളതാണെന്നും കേരളത്തിലും അതിപ്പോൾ ഉണ്ട്. ഓരോ ഭരണകൂടത്തിന്റെയും വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടാണിത് ഇവർ വ്യാപരിക്കുന്നത്. ബൈഡന്റെ ഭരണകൂടം അമേരിക്കൻ ജനതയെ പുറകോട്ടടിച്ചപ്പോൾ അതിനൊരു വിജയവും ഒരു ശുഭപ്രതീക്ഷയും നൽകുന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാമത്തെ വരവ്. ഇപ്പോൾ അമേരിക്കൻ സർവകലാശാലയിൽ മാത്രമല്ല, മറ്റു പഠന മേഖലകളിലെല്ലാം സെമിറ്റിക് മതങ്ങൾക്കെതിരെയും പ്രത്യേകിച്ചും ഇസ്രായേലിനെ പോയിന്റ് ഔട്ട് ചെയ്ത് ഹമാസ് അനുകൂലമായും സെമിറ്റിക് വിരുദ്ധമായും പല കാര്യങ്ങൾ അവിടെയൊക്കെ നടന്നത് ചെറിയ ചെറിയ വാർത്തകൾ കൂടെ മാത്രമേ നാം കണ്ടുള്ളൂ. കാരണം ലോകത്തെ പ്രധാന പത്രമാധ്യമങ്ങളിൽ കൂടെ ഉള്ളതൊന്നും ഇന്ത്യയിൽ നാം കാണാറില്ല, അറിയാറില്ല. എന്നാൽ മറ്റു മേഖലയിൽ കൂടെ നാം അത് ശ്രദ്ധിക്കുക. നഷ്ടപ്പെട്ട ക്രിസ്തീയ മൂല്യങ്ങളെ മടക്കി കൊണ്ടുവരാനാണ് ട്രംപിന്റെ ശ്രമം.
ഇപ്രാവശ്യത്തെ ജയത്തിൽ യഹൂദ റബിയായ ജോനാഥൻ കാഹൻ അറ്റ്ലാന്റയിലെ തന്റെ വിശ്വാസ സമൂഹത്തോട് ഒരു കാര്യം ഇപ്രകാരം പറഞ്ഞ്, അത് പ്രവചനമൊന്നുമല്ല, തോറയിൽ അല്ലെങ്കിൽ തിരുവഴുത്തിലുള്ളതാണ്. ട്രംപ് ദൈവത്തിന്റെ കയ്യിലെ ഒരു പാത്രവും കാഹളവുമാണ്. ട്രംപ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥവും കാഹളം എന്നാണല്ലോ. കാഹളം എന്തിനാ ഊതുന്നത്? അത് പഴയ നിയമത്തിൽ കാഹളം ഊതുന്നത് ഇസ്രായേൽ ജനത്തെ കൂട്ടുവരുത്തുവാനും പുരോഹിതന്മാരെ കൂട്ടുവരുത്തുവാനും പടയാളികളെ യുദ്ധത്തിന് കൂട്ടുവരുത്തുവാനും അങ്ങനെ പല കാര്യത്തിനായിരുന്നു കാഹളം ഉയർത്തിയതുപോലെ ആധുനിക കാലത്ത് ഈ കാഹളം ആരും ഉപയോഗിക്കുന്നില്ല. എന്നാൽ യഹൂദന്റെ ദേവാലയത്തിൽ അല്ലെങ്കിൽ അവർ സിനോഗ്, ഇന്നവർക്ക് സിനോഗും ഇല്ല, ദേവാലയങ്ങളൊന്നും ഇല്ലെങ്കിലും അന്നുണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് കാഹളം പുതിയുന്ന പോലെ ആധുനിക കാലത്ത് ട്രംപിനെ ഇസ്രായേൽ ജനത്തിനും വീണ്ടും ദൈവജനത്തിനും പ്രത്യേകിച്ചും പ്രൊട്ടക്ഷൻ സഭകൾക്കൊക്കെ അതൊരു പുതിയ നവോത്ഥാനത്തിനും ഉണർവിനും കാരണമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ചരിത്രം പരിശോധിച്ചാൽ, വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഫറവോനെ ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ ഇസ്രയേലിൽ നിന്ന്, ഇന്നത്തെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവരാൻ ഉപയോഗിച്ചു. അതൊരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ശക്തമായി വാണിരുന്ന ചക്രവർത്തിമാരെയും സാമ്രാജ്യത്തിന്റെ വക്താക്കളെയും ദൈവം തന്റെ ജനത്തിന് വേണ്ടിയും തന്റെ ഹിതത്തിന് വേണ്ടിയും കാലാകാലങ്ങളിൽ അത് ദൈവം അവരെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പറയുന്നത്. രണ്ടാമത് അത് നെബൂഖദ്നേസർ ബാബിലോൺ സാമ്രാജ്യത്തിൽ പലർ ഭരിച്ചതെങ്കിലും നെബൂഖദ്നേസർ രണ്ടാമനാണ് അതിശക്തനായ പ്രസിദ്ധനായി തീർന്നത്. ആ വ്യക്തിയെ ദൈവം തന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ഉപയോഗിച്ച മാത്രമല്ല, ഇതിന്റെ 4 തലമുറ അധികാരത്തിൽ ഇരിക്കുമെന്നും പറഞ്ഞു. 4 തലമുറയ്ക്ക് ശേഷം വീണ്ടും കോരേഷ് എന്ന പാഴ്സി രാജാവിനെ, പാഴ്സികളിൽ മേദ്യർക്ക് ശേഷം വന്ന രാജാവാണ് കോരേഷ് രണ്ടാമനാണ്. ഞാൻ പറയുന്നത്, ദൈവം ഓരോ കാലഘട്ടത്തിലും തന്റെ ജനമായ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനും, ഈ ഇസ്രായേലിൽ നിന്ന് ജനിച്ച ക്രിസ്ത്യാനിറ്റി ഈസ് എ ചൈൽഡ് ഓഫ് ജൂവിഷ് എന്ന് പറയുന്നത് ചരിത്രപരമായി ശരിയാണ്. കാരണം ഒന്നാം നൂറ്റാണ്ടിലെ 70 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനത്തിലുള്ളവരായിരുന്നു ക്രൈസ്തവരെങ്കിലും പിന്നീടാണ് ക്രൈസ്തവരായി അത് മറ്റ് ജാതി വിഭാഗങ്ങളിൽ, യഹൂദനൊഴിച്ച് ബാക്കി എല്ലാവരും വിജാതീയരാണല്ലോ, ഞാനും നിങ്ങളും ഒക്കെ ജാതികൾ, അങ്ങനെ ജാതി വിഭാഗത്തിൽ നിന്നും ദൈവം വേർതിരിച്ച ഈ ക്രൈസ്തവരെ അത് യഥാചതം അതാത് കാലങ്ങളിലെ തിന്മയിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും വിടുവിച്ച് കർത്താവിന്റെ 2ാം വരവിനുമായി ഒരുക്കുവാൻ ദൈവം കാലാകാലങ്ങളിൽ ഉപയോഗിക്കുന്ന പലരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ അറിയണം. അതിലൊരാളാണ് ഡൊണാൾഡ് ട്രംപ്. നമുക്ക് ചരിത്രത്തിന്റെ വഴിത്തിരിവിലേക്കൂടെ നോക്കാം. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന GDP കഴിഞ്ഞിടയ്ക്ക് ഫോർബ്സ് തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിലെ പ്രമുഖ 12 രാജ്യങ്ങളിലെ റിപ്പോർട്ട് എടുത്തതിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. അതിൽ 1ാം സ്ഥാനത്ത് അമേരിക്കയാണ്. 34.5 കോടി ജനസംഖ്യയുള്ള അമേരിക്കയുടെ GDP എന്ന് പറയുന്നത് 30 ലക്ഷം കോടി ഡോളറാണ്. മില്യൺ ഉണ്ട്, ട്രില്യൺ ഉണ്ട്. അതിന്റെ കണക്കാണ്. അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ട്രില്യനും മില്യനും ഉണ്ട്. നമുക്ക് ട്രില്യന്റെ അളവിലല്ല, ഞാനിവിടെ ലക്ഷം കോടി എന്നാണ് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. സൈനികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാധീനമുള്ള ലോകത്തിലെ പ്രബലമായ ഒരു രാജ്യമാണ് അമേരിക്ക. ലോക പോലീസ് എന്ന വിളിപ്പേര് പത്രക്കാർ നൽകിയതാണ്, സാഹിത്യകാരന്മാരൊക്കെ നൽകിയാണെങ്കിലും അത് വെറുതെ ലഭിച്ചതല്ല. ലോകത്തിലെ ഏത് പ്രശ്നങ്ങളെയും അവരുടെ തന്ത്രങ്ങളും ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. അത് യൂറോപ്പിലുണ്ട്. റഷ്യയുടെ ചില പഴയ USSR എന്ന് പറയുന്ന യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന പഴയ രാജ്യത്തിന്റെ ചെറിയ ഭാഗം പാർട്ടാണല്ലോ ഇന്നത്തെ റഷ്യയുടെ ചില ഭാഗങ്ങളിൽ, ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും എന്ന് വേണ്ട ലോകത്തിന്റെ സമസ്ത മേഖലകളിലും അമേരിക്കയുടെ ശക്തമായ കൈയുണ്ട്. ഫിലിപ്പീൻസ് എന്ന രാജ്യം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവരെ രൂപപ്പെടുത്തിയെടുത്തതും അവിടുത്തെ ഭരണസംഹിതകൾ സൈനികമായി നിയന്ത്രിക്കുന്നതൊക്കെ ഈ അടുത്ത കാലം വരെ അമേരിക്കയായിരുന്നു. സൗദി അറേബ്യയിലുണ്ട്. മറ്റു പല രാജ്യങ്ങളിലും ഗൾഫ് മേഖലയിൽ പല രാജ്യങ്ങളിലും അമേരിക്കയുടെ ശക്തമായ നിയന്ത്രണവും സ്വാധീനമുണ്ട്. ഇതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ലെങ്കിലും ലോക പോലീസ് തന്നെയാണ് 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന അമേരിക്ക. 4ാം സ്ഥാനത്ത് ബ്രിട്ടനാണ്. 5 ജർമ്മനി, 6 ദക്ഷിണ കൊറിയ, 7 ഫ്രാൻസ്, 8 ജപ്പാൻ, 9 സൗദി അറേബ്യ, 10 ഇസ്രയേൽ. ശ്രദ്ധിക്കണമേ, കേരളത്തിലെ ഒരു ജില്ലയുടെ
അത്ര വിസ്തീർണം മാത്രം വരുന്നതും 1 കോടിയോട് അടുത്ത് വരുന്ന ജനസംഖ്യയുള്ളതുമായ ഈ കൊച്ചു രാജ്യം അവർ ഈ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് 10ാം സ്ഥാനത്താണ് ഇസ്രയേൽ. സൈനിക ഉന്നത സാങ്കേതിക വിദ്യയും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന കാർഷിക വിളവും ഒക്കെയാണ് ഇസ്രയേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രത്തെ ലോക ജനത്തിന്റെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടുവാൻ ഇടയായതെന്ന് ഏവർക്കും അറിയുന്ന സത്യമാണെങ്കിലും ഞാൻ അതൊന്നുകൂടെ ഊന്നി പറയാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ 11ാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യ 141 കോടി ജനസംഖ്യയുള്ള വലിയ രാഷ്ട്രമാണെങ്കിലും GDP 3.8 ലക്ഷം കോടി മാത്രമാണെന്നുള്ളത്. ജനങ്ങളുടെ മാൻ പവർ നോക്കിയാൽ വളരെ ശക്തമാണെങ്കിലും അത് ഇന്നും ഇന്ത്യ ഒരു വികസിത രാജ്യമല്ല, വികസിതമായിട്ടില്ല, വികസ്വരം മാത്രമാണെന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും അത് നമ്മുടെ പരാജയം തന്നെയാണ്.